ഭിവാനിയിലെ കനൽത്തരി അത് കെട്ടുപോകാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഹരിയാന ഭിവാനിയിൽ 3 റൗണ്ട് പൂർത്തിയായപ്പോൾ CPM ഓംപ്രകാശ് 5655 വോട്ടിന് പിന്നിലാണ്. 5655 വോട്ടിന് പിന്നിലാണ് CPM. തരി അറിഞ്ഞൂടെ ഇനിയിപ്പോൾ ആളി കത്താനുള്ള സമയം ഇനിയുണ്ടോന്ന് അറിയില്ല. കാര്യം റൗണ്ട് 3 പൂർത്തിയായി. അവിടെയും ചെറിയ വോട്ടുകൾക്കാണ് വ്യത്യാസം. പക്ഷേ ഒന്നും പറയാതെ ഇപ്പോഴും ആയിട്ടില്ല. എന്തായാലും ഹരിയാനയിൽ കുറെ കൂടി താഴേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് ലോക്കൽ. അപ്പൊ ദയവായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്വേഷിക്കുക. കോൺഗ്രസ് താഴേക്ക് പോകുന്നു, BJP കുറച്ചുകൂടെ കയറി വരുന്നു എന്നുള്ളതാണ്. വിജയൻ സ്ഥിരമായിട്ട് ലോക്കലിൽ നിന്നു. ലോക്കലാ വിജയനെ പറ്റിയത് അല്ലേ? അതെ ലോക്കലിൽ നിന്ന് കയറണ്ട. നിങ്ങളൊക്കെ വലിയ ആളുകൾ, നിങ്ങൾ നാഷണൽ ലെവൽ, ഞാൻ ലോക്കൽ. യു ആർ എ ലോക്കൽ മാൻ. Okay, very good. Keep it up. Priyapetta Pressure election update from 24. Total seats in Haryana 90, BJP 46, Congress 38, and others 4 and INL 2. 2. 38-46. Only 8 seats difference. 8 seats in the വ്യത്യാസത്തിൽ ഹരിയാന രാഷ്ട്രീയം. അവിടെ ഇന്ത്യ സഖ്യം കുറെ കൂടി കംഫർട്ടബിൾ ആയിട്ടുണ്ട്. 52. ഇന്ത്യ സഖ്യം അവിടെ കംഫർട്ട് ആയിരിക്കുന്നു. 52. അപ്പൊ എന്തായാലും JJPയുടെ നേതാവ് ദുഷ്യന്ത് ചൗട്ടാല ഉച്ചന കലാൻ മണ്ഡലത്തിൽ 4ാമത് JJPയുടെ നേതാവ് 4ാം സ്ഥാനത്താ. 1 അല്ല 2 അല്ല 3 അല്ല 4ാമത് കിടക്കുകയാണ്. അപ്പൊ JJPയുടെ അവസ്ഥ വളരെ BJP 46 മണ്ഡലങ്ങൾ ലീഡ് തുടരുകയാണ്. കോൺഗ്രസിന്റെ അല്ലേ 35ലേക്ക് താഴെ 35ലേക്ക് താഴെ കോൺഗ്രസ് 50ലേക്ക് BJP. ഈ സമയത്ത് BJP 50 ഫ്ലാഷ് ന്യൂസ് ഉയരുന്നു. അവിടെ BJP ക്യാമ്പുകളിൽ ആഘോഷം തുടങ്ങിയതിന്റെ വിഷ്വൽസ് ഒരു പക്ഷേ ദേശീയ വാർത്താ ഏജൻസികൾ തന്നേക്കും. കുമാരി ഷെൽജ സംസാരിക്കുന്നുണ്ട്. ഹരിയാനയിൽ എന്താണ് ഷെൽജ പറയുന്നതെന്ന് കേൾക്കാം. ഷെൽജ സംസാരിക്കുന്നുണ്ട്. ഷെൽജയുടെ മുഖത്തൊരു ചിരിയുണ്ട്. കാരണം ഷെൽജ ഏതാണ്ട് ഒരു വിമതയെ പോലെ ആയിരുന്നു ഇത്തവണ കോൺഗ്രസ് ക്യാമ്പിൽ. ANI കൊടുക്കാം എന്ന് തോന്നുന്നു. ഷെൽജയ്ക്ക് സന്തോഷമാണ്. കോൺഗ്രസ് 35ലേക്ക് വീഴുമ്പോൾ ഷെൽജയുടെ മുഖത്ത് ചിരിയായിരുന്നു. BJP ആസ്ഥാനത്ത് തിളക്കം. BJP ആസ്ഥാനത്ത് താമരയുടെ തിളക്കം. ഓക്കെ, ഭിവാനിയിൽ ഓംപ്രകാശ് പിന്നിൽ. ഭിവാനിയിൽ CPM ആണ് പിന്നിൽ. ഓംപ്രകാശ് മുന്നിൽ വന്നില്ലേ? പിന്നില്ല. ഓംപ്രകാശ് പിന്നില്ല. കുൽഗാമിൽ തരിഗാമി മുഹമ്മദ് യൂസഫ് തരിഗാമി 1995 വോട്ടുകൾക്ക് മുന്നിലാണ്. 3 റൗണ്ട് പൂർത്തിയായി. തരിഗാമി എനിക്ക് തോന്നുന്നു ആ തരി അവിടെ കടാവ് നിൽക്കും. പക്ഷേ ഭിവാനിയിലെ തരി ചിലപ്പോൾ കിട്ടുവാൻ ചാൻസ് ഉണ്ട്. ഹരിയാനയിൽ വോട്ടെണ്ണൽ തുടങ്ങി മണിക്കൂർ 2 ആകുമ്പോഴേക്കും കോൺഗ്രസ് 35 സീറ്റുകളുമായി ബഹുദൂരം പിന്നിലാകുന്നു. BJP 50ലേക്ക് ഉയരുന്നു. 33ലേക്ക് താഴ്ന്നുള്ളതാണ്. വേറെ ചില ദേശീയ ചാനൽ പറയുന്നത് 33ലേക്ക്. ഒരു ലോക്കലും അല്ല, ഇവിടെ ദേശീയ ചാനൽ പറയുന്നതാണ് 33ലേക്ക്. 35 അല്ല 50-35 കുറച്ചു നേരമായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് BJP വോട്ടെണ്ണൽ തുടങ്ങി ഇത് ആദ്യമായാണ് 48, 49, 50ലേക്കൊക്കെ എത്തുന്നത്. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയില്ല. ഈ പറയുന്ന INLയുടെയും JJPയും കൂടെ അവിടെ പ്രതിപക്ഷ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കോൺഗ്രസിന്റെ സ്പോയിലറായി മാറിയതാണോ എന്നറിയില്ല. നമുക്ക് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാകുന്നത് അത് തന്നെയാണ്. പക്ഷേ എന്തായാലും തുടക്കത്തിലെ കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ ഇത്ര പെട്ടെന്ന് പിടിച്ചു കെട്ടാൻ മാത്രം എങ്ങനെയാണ് ഈ സഖ്യത്തിന് പറ്റിയതെന്ന് അറിയില്ല. തപാൽ വോട്ടുകൾ എണ്ണി കഴിയുമ്പോഴേക്കും കോൺഗ്രസ് അവിടെ ഒരുപാട് മുന്നിലായിരുന്നു, ബഹുദൂരം മുന്നിലായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് EVM ട്രെൻഡ് വരുമ്പോഴേക്കും അത് നേരെ തിരിയുന്നു കാര്യങ്ങൾ. ഹരിയാന നേരെ തിരിയുന്നു കാര്യങ്ങൾ. എക്സിറ്റ് പോളുകൾ ഒരിക്കൽ കൂടി അടപടലം ഇല്ലാതാവുന്നു എന്നൊരു സൂചനയാണ്. നേരത്തെ SKN പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ എക്സിറ്റ് പോളിന് 10 വയസ്സാര് കൊടുക്കാത്ത കാര്യം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അതിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാവുന്നുണ്ട്. കാര്യം കോൺഗ്രസ് 35 സീറ്റുകളിൽ, BJP 50 സീറ്റുകളിൽ, JJP ഇപ്പോഴും 0 എന്ന് മാത്രമല്ല അവരുടെ ചൗട്ടാല, അവരുടെ നേതാവ് ചൗട്ടാല അവിടെ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 1, 2, 3 ഒക്കെ കഴിഞ്ഞ് 4ാമതിലേക്ക് 51ലേക്ക് വരുന്നു BJP. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.